തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറയും, വീഡിയോയ്ക്ക് നല്ല സൗണ്ട് കുറവായിരിക്കും. കാരണം ഞാൻ മൈക്കൊക്കെ യൂസ് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ റൂമെല്ലാം വൃത്തിയാക്കി അടുക്കി പറക്കി വെച്ചതേ, മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞതേ മൈക്ക് എടുത്തു. മൈക്ക് വർക്കാകുന്നതേ ഇല്ല. യൂഷ്വലി നമുക്ക് ഞാൻ ഇൻഷോട്ടിൽ വോയിസ് ഓവറൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യും, അപ്പോൾ വർക്കാവും, നല്ല സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വീഡിയോസ് എടുത്ത് കഴിയുമ്പോൾ ഒട്ടും സൗണ്ട് വന്നില്ല, മൈക്ക് വർക്കാകുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറയുന്നത് വീഡിയോയ്ക്ക് നല്ല സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ മൂന്നാമത്തെ യൂട്യൂബ് ചാനലാണ്. ഞാൻ ഈ 2022 തൊട്ട് 2025 വരെ ഞാനൊരു 3 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ചെയ്തപ്പോൾ 128 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് വിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 2023 ഉണ്ടായിരുന്നു ഒരു ചാനൽ, അതിൽ 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതും വിട്ടിട്ട് ഇപ്പോൾ ഇത് പുതിയത്, കാരണം 1.5 വർഷമായില്ല ഞാൻ അതിൻ്റെ അകത്ത് നിന്നിട്ട് പണിയാണ്. അപ്പോൾ പുതിയ ഓർമ്മ തുടങ്ങാമെന്ന് വെച്ചിട്ട് ഇത് പുതിയതാണ്. നമുക്കിപ്പോൾ 5 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങളൊന്ന് പുഷ് ചെയ്ത് വേണമെങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവുകയാണെങ്കിൽ, കാരണം ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ രാത്രി 9:30 ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവരാന്ന് തോന്നുന്നു 5 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. 5 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഞാനിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ റൂമുണ്ടല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ ഓൾറെഡി ഇതെല്ലാം പറക്കി വെച്ചേക്കും. അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പറക്കി വെച്ചേക്കാം, അപ്പോൾ കാണിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. കുഞ്ഞു റൂമാണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കണ്ണാടി അവിടെ ഇരിക്കണം. ഇവിടെ ഇരുന്നാണ് ഞാൻ തയ്ക്കുന്നത്. ഇതാണ് എൻ്റെ മെഷീൻ, ഇതാണ് എൻ്റെ വെള്ളക്കുപ്പി, ഇതെൻ്റെ മെഷീൻ. ഇതിലാണ് എൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന മെഷീൻ. ഇതിപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ അടുക്കി പറക്കി വെച്ചിരിക്കുന്നത് എൻ്റെ റൂം. ഇവിടെ നിന്ന് കാണിച്ച് തുടങ്ങുവാണെങ്കിൽ ഇതാണ് ബുക്ക്. ഓക്കെ, ഞാൻ ബുക്കൊക്കെ വായിക്കുന്ന ആളാണ്, കണ്ട അത് ബുക്ക്. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻ. അവിടെ നിന്ന് ഒരു പേഴ്സ് കിട്ടി. പേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സ് കീറി പറഞ്ഞു. ഇതാണ് പേഴ്സിൻ്റെ അവസ്ഥ. ഇതുപോലെ തന്നെയാണ് എൻ്റെ പോക്കറ്റിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഡ്രസ്സ് എല്ലാം വെച്ച് അടുക്കി പറക്കി. ഇത് ഞാൻ തയ്ച്ച് വെച്ചിട്ടുള്ള ഡ്രസ്സുകളെല്ലാം കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഇതൊന്നും കൊടുക്കാനുള്ള, അതൊന്നും കൊടുക്കാൻ ഉച്ച കഴിയുമ്പോഴത്തേന്. ഇതൊക്കെ ഡ്രസ്സ്. പിന്നെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം മാത്രം വെച്ചേക്കണേ. ഇതൊക്കെ ത്രെഡ്, ഇതിൻ്റെ അകത്ത് എംബ്രോയിഡറി ത്രെഡ് വെച്ചേക്കുന്നത്, ഇത് മെഷീൻ ത്രെഡ്. ഇതാണ് നമ്മുടെ കൊറിയർ ചെയ്യാനുള്ള കവറില്ലേ, ആമസോണിൽ നിന്ന് വാങ്ങിയ കവറ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഫാബ്രിക്കുകളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാത്ത, എന്നാൽ ചിലപ്പോൾ ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ. ഇതെല്ലാം കട്ട് പീസ് എല്ലാം കൂടി കുത്തി വെച്ചേക്കണേ. ഇത് നല്ല ചില്ലറ മേക്കപ്പ് സാധനങ്ങളെല്ലാം അങ്ങനെ അവിടെ തന്നെ തള്ളിക്കെട്ടി വെച്ചു. കണ്ടു, ഇത് വളരെ കുഞ്ഞു റൂമാണ്. പക്ഷേ ഇവിടെ ഇരുന്ന് ഞാൻ വീഡിയോസ് എടുക്കുന്നു, സ്റ്റിച്ചിങ് ചെയ്യുന്നു, വീഡിയോസ് എടുക്കുന്നു, പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നു, കിടന്ന് ഉറങ്ങുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ സൂംബ ചെയ്യും, അതും ഇവിടെ ഇരുന്നു. അപ്പോൾ പണ്ട് ഇവിടുത്തെ ഈ മേശ ഇട്ടേക്കുന്ന ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈസി ആയിരുന്നു ശരിക്കും സൂംബ ചെയ്യാനൊക്കെ. ഇപ്പോൾ ഭയങ്കര പാടാണ്, സ്പേസ് ഇല്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്താണ് കുറച്ച് വണ്ണം കുറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ചെയ്യാറില്ല കേട്ടോ, നടുവേദന. എൻ്റെ ഒരു ദിവസത്തിൻ്റെ 90% ഞാൻ ഇവിടെ ആയിരിക്കും, എൻ്റെ റൂമിലായിരിക്കും. 10% മണി ബാത്റൂമിലായിരിക്കും. ഞാൻ 2019 തൊട്ട് വരച്ച് വെച്ചിട്ടുള്ള കുറച്ച് ബുക്ക് ഇപ്പോൾ കിട്ടിയില്ല, അത് കാണിച്ചു തരാം. അപ്പോൾ എന്ത് പോയി ബുക്ക് കിട്ടിയതാണ്. ഒരു ബുക്ക് കൊണ്ട് എടുത്തിട്ട് ഈ ഒരു 3 ബുക്ക് എനിക്കിപ്പോൾ തപ്പിപ്പോയിട്ട് കാണിച്ചു തരാൻ തോന്നി. കാരണം ഞാൻ വരച്ച് വെച്ചതല്ലേ, ഞാൻ വരച്ചത് കാണിച്ചു തന്നേക്കാം. എന്തോ കാണാൻ താല്പര്യമില്ലേ, കണ്ടിട്ട് പോയാൽ മതി. ഫസ്റ്റ് 2021 ജനുവരി മാർച്ച് 25-ാം തീയതി വരച്ച ഒരു പിക്ചറാണ്, ഡ്രസ്സിൻ്റെയാണ്. ഞാൻ വരച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ യൂഷ്വലി ഇതെല്ലാം പഠിച്ചത് യൂട്യൂബ് നോക്കിയാണ്. വരയ്ക്കാൻ പഠിച്ചതല്ല, സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചത്, വരയ്ക്കാൻ പഠിച്ചത് എല്ലാം ഞാൻ യൂട്യൂബ് നോക്കിയാണ്. ഇതെന്താ കുളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെടും. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ എല്ലാം ഒന്നും നല്ലതാവത്തില്ല, കുറേയൊക്കെ കുളമൊക്കെ എക്സ്പെരിമെൻ്റ് ആണല്ലോ, പൊട്ടത്തരമൊക്കെ കാണും. ഇത് ബുക്കിലും കാണും. ഇതെന്താ ഇത് കണ്ട, ഞാൻ പറഞ്ഞില്ല കളറ് ശരിയായിട്ടില്ല, ഇത് കുളമായി പോയോ, അങ്ങനത്തെ കുറേ വെച്ചൊക്കെ ഉണ്ട്. ഇത് നല്ലതാണ്, ഇത് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒട്ടിപ്പിടിച്ചിരിക്കുവാണ്, കാരണം വർഷങ്ങളായില്ലേ അതൊക്കെ തുറന്ന് നോക്കിയിട്ട്. പിന്നെ ഈ ബുക്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതെന്തായാലും പൂന്തോട്ടമാണോ ചേച്ചി ഉദ്ദേശിച്ച്? ഇതിനകത്ത് ഇത്ര ഉള്ളൂ, ബുക്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രേതത്തിന് വേണ്ടി ചെയ്തതാണ്.
എനിക്ക് എന്തോന്നും ചെയ്തൊക്കെ ഞാൻ പറഞ്ഞാൽ പഠിക്കുമായിരുന്നു, പഠിക്കുക. ഈ ബുക്കിൽ പ്രത്യേകിച്ചൊന്നും എൻ്റെ വേറൊരു ബുക്ക് കാണിച്ചു തരാം. അതിലത് എന്തെങ്കിലുമൊക്കെ കാണും. ഈ ഒരു ബുക്ക്, ക്യാമറയുടെ ബുക്ക്, ഇതിൽ അത്യാവശ്യം നല്ല ഡിസൈൻസ് ഒക്കെ കാണും. ഇത് ഞാൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ണാണ് വന്നത് 2019 ജാനുവരി ഫെബ്രുവരി മാസം, നവംബർ 21 വരച്ചതാണ് ഇത്. കൊള്ളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷേപ്പൊക്കെ നോക്കൂ, വാവ്, കളർ ചെയ്തേക്കണം അതില്ലേ, ഇതിൻ്റെ ഷേപ്പ് നോക്ക്, സൂപ്പർ. ഡിസൈൻ നോക്ക്, വാവ്. ഇതിൻ്റെ കളറെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഹെയർ സ്റ്റൈൽ നോക്കൂ, സ്റ്റൈലേ. ഈ ബുക്കിൽ അത്യാവശ്യം നല്ല കുറച്ച് വൃത്തിയുള്ള ഡിസൈൻസ് ഉണ്ട്. പാട്ട് കാണിച്ചു തരാവേ. റൺ പേ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കളർ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് കളറാണ് കവി ഉദ്ദേശിച്ചത്? വലിയ സെറ്റപ്പില്ല കളറൊന്നും. പിന്നെ പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ആസ് എ ബിഗിനർ. പിന്നെ വന്നതാണ് ഈ ഒരു ബ്രൈറ്റ് യെല്ലോ ആൻഡ് പിങ്ക്. നല്ല അപ്പോൾ എനിക്ക് ഹെയർ സ്റ്റൈൽ അത് കാണുമ്പോൾ ബി പി കപ്പിക്കൊണ്ട് പോലെ തോന്നുന്നു. ഈ ഒരു ഓറഞ്ച് ഡ്രസ്സ് നോക്കിയത് സ്റ്റോൺ ഞാൻ ഒടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടാണോ? ഇത് നല്ല ഷേപ്പ്, കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹെയർ ഒക്കെ നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അത് വരച്ച് പഠിച്ചതായിട്ട് എല്ലാം ഞാൻ പഠിക്കുന്നതാണ്. 2019 ഞാൻ വരച്ച ഒരു ഡിസൈൻ. കൊള്ളാം. നോക്കും, സൂപ്പർ, കൊള്ളാം. പേജ് മറിച്ചു, വാവ്, സൂപ്പർ, കൊള്ളാം. കേട്ടെ നല്ല പ്രിൻസസ്. വാവ്. ഇതെന്നാ ഇത് ബാക്കി എന്ത് 2020 ജാനുവരി 8 വരച്ചതാണ്. ഡേറ്റ് ഇവിടെ ഇപ്പോൾ എഴുതി വെച്ചതല്ല കേട്ടോ, അന്ന് എഴുതി വെച്ചേക്കണം. 2020 വർഷങ്ങളുണ്ടോ, ഒരു തുരുമ്പെടുത്ത് പോയുണ്ടോ. ഇത് മൊത്തത്തിൽ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ സംഭവം. ഇത് പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് അങ്ങനെ അടച്ചു വെച്ചാന്ന് തോന്നുന്നു. പച്ചി അത് പോയി, പക്ഷെ നല്ല എനിക്ക് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയണേ, കമൻറ്റ് ചെയ്യുക. രാജകുമാരിയാണ്, വെഡിങ് ടൈപ്പ്. യൂട്യൂബിൽ കിട്ടുന്ന എന്താണോ അത് നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഇതിലും അതുപോലത്തെ ഒരു സംഭവം. കളർ നോക്ക്, കളർ കോമ്പിനേഷൻ നോക്കൂ, ബ്ലാക്ക് ആൻഡ് ദിസ് കളർ ഈസ് സോ പ്രിറ്റി. പിന്നെ നമ്മൾ അടുത്ത ഡിസൈൻ, വാവ്, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്ക്, I love the bag, I love the color, I love this hair, everything is just fine. ഇത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ്. ഇത് പിന്നെ ഫേവറേറ്റ് ഫസ്റ്റ് വയ്ക്കാം. നിങ്ങൾക്കിതിലേത് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. ഇതൊരു വെഡ്ഡിങ് ടൈപ്പ് ലെഹങ്ക പോലെ. ഇതെല്ലാം യൂട്യൂബിൽ ഫുൾ ബുക്കിലുള്ള എല്ലാം യൂട്യൂബിൽ കിട്ടുന്ന ഡിസൈൻസൊക്കെ അവർ ഓരോ ട്യൂട്ടോറിയൽ ചെയ്ത് വെച്ചിട്ടില്ലേ. അപ്പോൾ അത് ഞാൻ നോക്കിയിരുന്ന് വരച്ചു പഠിച്ചു. ഇതുപോലെയൊക്കെ വെഡ്ഡിങ് ടൈപ്പ് ലെഹങ്ക ടൈപ്പ് സെറ്റപ്പല്ല, നല്ലതാണ്. ഇവിടേക്ക് ഷോൾഡറൊക്കെ വലിയ സെറ്റപ്പില്ല. എന്താ പ്രപ്പോർഷൻ നോക്കി, ഷോൾഡറിൻ്റെ ഇവിടത്തേക്ക് പ്രപ്പോർഷൻ ശരിയില്ല, അവിടെ ഭംഗിയില്ല. നമ്മൾ പഠിക്കണമല്ല കിലോ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടി വേറെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എവിടെയാണ് എനിക്കറിയില്ല, കുറേയൊക്കെ പോയി തോന്നുന്നു. പിന്നെ പണ്ട് നമ്മൾ അത്ര സൂക്ഷിച്ചൊന്നും വെക്കത്തില്ലല്ലോ. ഇത് ഞാൻ എന്തോ ബാഗിൽ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് സൂക്ഷിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പോഴും കാണാൻ പറ്റി. പിന്നെ അടുത്ത ബുക്കുണ്ട് ഇത്. എനിക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ, ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഉണ്ടാണ്ടൊക്കെ വാങ്ങിയ ബുക്കാണ്. നല്ലതാണ്. എനിക്കിതിങ്ങനെ സ്പൈറൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മറിച്ചെടുക്കാം. ഇതിൽ ഡ്രസ്സിൻ്റെ ഉണ്ടോ എനിക്കറിയില്ല. ഇത് ഞാനിങ്ങനത്തെ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. എനിക്കിങ്ങനത്തെ ആർട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്തു, ഇഷ്ടമുള്ളത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ വിശ്വാസമില്ല, എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ഇവിടെയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പ് ആർട്ട്, എസ്തെറ്റിക്, ബോഫോ എസ്തെറ്റിക്. കുഞ്ഞു കുഞ്ഞു ആർട്ടുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതും യൂട്യൂബ്, ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസൊക്കെ ആൾക്കാർ ഇടുമായിരുന്നു ആ ടൈമിൽ. ആ ടൈമിൽ എനിക്കിതൊക്കെ ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ആർട്ടൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് ഞാൻ വരച്ച് പഠിച്ചത്.
ഞാൻ കണ്ടോ ഇങ്ങനെ നല്ല കളർ കോമ്പിനേഷൻ കളറും ഉള്ളൂ പ്രിറ്റി കളേഴ്സാണ്. ഇങ്ങനെ ഇവിടെയൊക്കെ വെച്ച് തൂക്കി വയ്ക്കാനൊക്കെ നല്ലതായിരിക്കും. ഓ മൈ ഗോഡ്, യു ഹാവ് ടു സീ ദിസ്. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറച്ച് സാധനം ഞാൻ കാണിച്ചത്. ഇത്രയും കഴിവൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത്രേ ചെയ്തുള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് ഞാൻ എൻ്റെ കാര്യം അങ്ങനെയാണ്. ഒരു സാധനം തുടങ്ങി വെച്ചാൽ അത് ഫുൾ ആക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെയാണല്ലോ 3 യൂട്യൂബ് ചാനൽ ഒന്നും കണ്ടിന്യൂ ചെയ്തില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്താലല്ലേ റിസൾട്ട് അറിയുന്നത്. പിന്നെ ഈ ബുക്കിലേക്ക് അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഒന്നുമില്ല. ബുക്കിൽ ആകെയുള്ളൊരു ഡ്രസ്സിൻ്റെ ഫോട്ടോയാണിത്. ഇതും നല്ല അത്യാവശ്യം നല്ല ഇങ്ങനെ ഇതൊക്കെ റിയൽ ലൈഫിൽ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. എന്തുണ്ട് കാരണം ഇതെല്ലാം ഞാനിങ്ങനെ ബുക്കിൽ വരച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നതെല്ലാം തന്നെ അത് ഇതുപോലത്തെ ടൈപ്പ് ടോപ്പുകളാണ്. ചുമ്മാ ജസ്റ്റ് ഒരു പെപ്പർ ടോപ്പ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്ത ടോപ്പുകളൊക്കെ കാണിച്ചു തരാം. അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ഒരുപാട് ലോങ് ആയി തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞു തന്നെ ഇതുപോലത്തെ ഡിസൈൻസൊക്കെ ഞാൻ ആദ്യം കാണിച്ചു തന്നെ എൻ്റെ ബുക്കിലുള്ള. ഇതൊക്കെ ഇങ്ങനെ റിയൽ ലൈഫ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്നൊക്കെ അറിയാം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം എന്തോരം അങ്ങനത്തെ ഒന്നും അത്ര ഭയങ്കര ഡിസൈനർ വേഴ്സൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊക്കെ ചെയ്യാൻ. ഭയങ്കര ആഗ്രഹമുണ്ട്. നടക്കുമായിരിക്കും. ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അത്യാവശ്യം എൻ്റെ റൂം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും.